വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിന്റെ പ്രഭാഷണങ്ങളിൽ ആദ്യത്തേതും സുദീർഘവുമായതാണ് 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണം. അനേകരെ സ്വാധീനിച്ചിട്ടുള്ള ഉപദേശങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ സമ്പൂർണ്ണ മാതൃകയായിട്ടാണ് ഹിപ്പോയിലെ ബിഷപ്പായിരുന്ന അഗസ്റ്റിൻ ഗിരിപ്രഭാഷണത്തെ കണ്ടിരുന്നത്. ഗിരിപ്രഭാഷണത്തിന്റെ ആരംഭമായ 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗത്ത് ക്രിസ്തീയ ജീവിത രീതിയെക്കുറിച്ചാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഭാഗ്യവർണ്ണനയാണ് ഇവിടെ കാണുന്നത്. ദൈവരാജ്യ ജീവിതത്തിലേക്കുള്ള വിളിയായും ഇതിനെ കണക്കാക്കുന്നതിൽ തെറ്റില്ല. ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരാളുടെ ജീവിതശൈലി എന്ന് പറയുന്നത് ചില നിയമങ്ങളും ചട്ടങ്ങളും പിന്തുടരുന്നത് മാത്രമല്ല, ദൈവരാജ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം നയിക്കുക എന്നതാണ്. വിനീതരായി, ദൈവത്തിൽ ആശ്രയിച്ച്, പാപത്തിലും അനീതിയിലും ദുഃഖിക്കുന്നവരായി, സൗമ്യതയോടെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നീതിപൂർണമായ ജീവിതം നയിക്കുകയും മറ്റുള്ളവരോട് അനുകമ്പയും ക്ഷമയും ഉള്ളവരായി ദൈവവുമായി ആത്മാർത്ഥതയും ആധികാരികവുമായ ബന്ധം പുലർത്തുകയും നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ തയ്യാറാകുകയും ചെയ്യണമെന്ന് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനമാണിത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ചില നേതാക്കന്മാരെ പോലെ ഘോരഘോരം പ്രസംഗിച്ച് കടന്നു പോവുകയല്ല കർത്താവ് ചെയ്തത്. ക്രിസ്തീയ ജീവിതം എങ്ങനെയാവണമെന്ന് പറയുകയും സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തുവെന്ന് തിരുവചനം നമുക്ക് കാട്ടിത്തരുന്നു. ദൈവപുത്രനായവൻ, ദൈവസ്വരൂപത്തിലായിരുന്നവൻ, അവനിൽ ദൈവീക ആളത്വവും സവിശേഷതകളും ഉണ്ടായിരുന്നു. എന്നിട്ടും തന്നെത്താൻ ശൂന്യനാക്കി പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായി, വിനയത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃകയായി നീതി നിമിത്തം കഷ്ടം സഹിച്ച് ക്രൂശിൽ തന്റെ ജീവനെ ബലിയായി നൽകി. വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നവൻ. ആ ഭാവമാവണം ക്രിസ്തീയ ജീവിതശൈലി. നല്ല ശമരിയാക്കാരന്റെ ഉപമയിൽ അവരിനോടുള്ള സ്നേഹവും കരുണയും ദയയും ഒക്കെ കാണുവാൻ സാധിക്കും. ആദിമസഭയെക്കുറിച്ച് പറയുമ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏകഹൃദയവും ഉള്ളവരായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കരുതുവാനും പങ്കുവയ്ക്കുവാനും സ്നേഹിക്കുവാനും എല്ലാം മുന്നിട്ട് നിന്നവർ. കേവലം വേദപുസ്തകത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ക്രിസ്തീയ ജീവിതശൈലി. നമ്മുടെ സമൂഹത്തിലും ചുറ്റുപാടുകളിലുമൊക്കെ ഇങ്ങനെയുള്ളവരുണ്ടാകാം. സ്വന്തം നാടും വീടും വിട്ട് അന്യദേശത്ത് വന്ന് തെരുവോരങ്ങളിലെ പാവങ്ങളിലും രോഗികളിലും മരണാസന്നരായവരിലും യേശുനാഥനെ ദർശിച്ച് അവരെ പരിചരിച്ച് പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെട്ട മദർ തെരേസ. ഈ ലോകപരമായി അവർ സമ്പന്നയല്ലായിരുന്നു. എങ്കിലും അവർ മരിച്ചപ്പോൾ ലോകം മുഴുവൻ ആ സ്ത്രീരത്നത്തെ ആദരിച്ചു. കാരണം അവർ ഓരോ മനുഷ്യരിലും ദൈവത്തെ ദർശിക്കുകയും ക്രിസ്തുഭാവം ഉൾക്കൊണ്ട് ക്രിസ്തീയ ജീവിതശൈലി പിന്തുടരുകയും ചെയ്തിരുന്നു. മദർ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ടു ഫോളോ ജീസസ് ഈസ് ടു ഫോളോ ദ പാത്ത് ഓഫ് ലവ്, ഓഫ് സാക്രിഫൈസ് ആൻഡ് ഓഫ് സർവീസ് ടു അതേഴ്സ്. യേശുവിനെ അനുഗമിക്കുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാത പിന്തുടരുക എന്നതാണ്. മീഖ പ്രവാചകൻ പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അതേ പ്രിയരെ, ക്രിസ്തുവിന്റെ അനുകാരികളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതശൈലി എങ്ങനെയുള്ളതാണ്? നമ്മെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നവർക്ക് ക്രിസ്തുവിന്റെ ഭാവം നമ്മിൽ ദർശിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇതുവരെയും ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയവനാകാനാണ് നാം ജീവിച്ചതെങ്കിൽ ഇന്നു മുതൽ നമ്മുടെ ജീവിത രീതികളെ ഒന്ന് വ്യത്യാസപ്പെടുത്താം. സ്വർഗരാജ്യ അനുഭവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ക്രിസ്തു കാട്ടിത്തന്ന മാതൃകകൾ ജീവിതത്തിൽ പകർത്താം. മറ്റുള്ളവരെയും സ്നേഹിക്കാം, കരുതാം, അനുകമ്പാർദ്രരാകാം. ദയയും താഴ്മയും ഉള്ളവരായി നീതിപൂർണമായ ജീവിതം നയിക്കാം. നോമ്പ് ക്രിസ്തീയ ജീവിതശൈലി പിൻപറ്റുവാൻ നമ്മെ സഹായിക്കട്ടെ. തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിത രീതികളെ തിരിഹിത പ്രകാരം പുനഃക്രമീകരിക്കുവാൻ സഹായിക്കണമേ. ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊണ്ടവരായി സമസൃഷ്ടികളെ സ്നേഹിക്കുവാനും കരുതുവാനും ക്രിസ്തീയ ജീവിതശൈലി പിന്തുടരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. ആമേൻ.